ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ തക്കാളിക്കറി തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 5 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഉടഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ഒരു പുളിപ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തക്കാളി വേവിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിവിടുന്ന് തിളച്ചോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിന് പകരം വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ നല്ലത് മുളക് പൊടി ചേർക്കുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ. ഒരു 1/4 ടീസ്പൂണൊക്കെ കായമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല കട്ടിയായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടുന്നത്. നല്ല കട്ടിയായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഈ ബാറ്റർ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട്, ചെറിയ സ്പൂണ് വെച്ചിട്ടോ വലിയ സ്പൂണ് വെച്ചിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, കറിയിലേക്ക് ഇങ്ങനെ വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായും കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റിൽ കൂടുതൽ സമയമൊക്കെ എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിത് അടച്ച് വെക്കാം. 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കാണുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച പോലെയില്ലേ. അപ്പോൾ കുട്ടികളോട് മുട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാം. കടലമാവ് ഇവിടെ വെന്തിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പക്കോട പോലെ ഒന്ന് ഉരുണ്ട് വന്നതാണ്.
പിന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെക്കാതെ ഒരു 2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ കറി കുറച്ചുകൂടി ഒന്ന് ഗ്രേവി കുറുകി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്